കൊലപാതകക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി. പ്രതിക്കുള്ള ശിക്ഷ കോടതി നാളെ വിധിക്കും. പ്രതിക്കെതിരെ കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ തെളിഞ്ഞു. മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവനും കുറ്റക്കാരൻ. ഗ്രീഷ്മയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും. അമ്മയെ വെറുതെ വിടരുതായിരുന്നുവെന്ന് ഷാരോണിന്റെ ബന്ധുക്കൾ പ്രതികരിച്ചു. നവകേരള നിർമ്മാണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധം. നയപ്രഖ്യാപനത്തിൽ ഗവർണറായി രാജേന്ദ്ര അർലേക്കർ ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ് നടന്നത്. കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ കേന്ദ്ര സഹായത്തോടെ പദ്ധതി ആവിഷ്കരിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകും. ഭൂരഹിതരില്ലാത്ത കേരളമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി 1 വർഷത്തിനകം ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നും ഗവർണർ. ഗോപൻ സ്വാമിക്ക് പുതിയ സമാധിത്തറയൊരുക്കി കുടുംബം. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നിരിക്കെ നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദത്തിന് താൽക്കാലിക അന്ത്യം. പൊളിച്ചു നീക്കിയ കല്ലറയുടെ അതേ സ്ഥലത്ത് ഋഷിപീഠം എന്ന പേരുള്ള പുതിയ മണ്ഡപം നിർമ്മിച്ച് സ്വാമിയെ സമാധിയിരുത്തി. പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ഗോപൻ സ്വാമിയുടെ മൃതദേഹം നാമജപ ഘോഷയാത്രയോടെ വീട്ടിലെത്തിച്ച ശേഷം വിപുലമായ ചടങ്ങുകളോടെയായിരുന്നു സംസ്കാരം. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ സുരേഷ് ഗോപി MP ഹാജരായില്ല. കേസ് പരിഗണിക്കുന്നത് മാറ്റി കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 27-നാണ് മാധ്യമപ്രവർത്തകയുടെ തോളിൽ അനുവാദമില്ലാതെ സുരേഷ് ഗോപി കൈവച്ചത്. ഇതിനു പിന്നാലെ സുരേഷ് ഗോപി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് കാട്ടി മാധ്യമപ്രവർത്തക കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. കുറുവ സംഘത്തിലെ 2 പേർ പിടിയിൽ. തമിഴ്നാട് പോലീസിന്റെ ലിസ്റ്റിലെ പിടികിട്ടാപ്പുള്ളികളാണ് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. അറസ്റ്റിലായ കറുപ്പയ്യ, നാഗരാജു എന്നിവരെ നാഗർകോവിൽ പോലീസിന് കൈമാറും. ഇവരെ ഇടുക്കി രാജകുമാരിയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം കസ്റ്റഡിയിലെടുത്ത ഇവർക്കെതിരെ നിലവിൽ കേരളത്തിൽ കേസുകളില്ല. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മഹാകുംഭമേളയ്ക്ക് എത്തിക്കാൻ ഒരുങ്ങി RSS. ഹിന്ദു ആചാരങ്ങളും പാരമ്പര്യങ്ങളും പരിചയപ്പെടുത്തുന്നതിനും മതം മാറ്റത്തിന് ഇരകളാകാതിരിക്കാനും ബോധവൽക്കരിക്കുന്നതിനാണ് നടപടി. 3 ദിവസം കൊണ്ട് അവധ് മേഖലയിലെ 14 ജില്ലകളിലുള്ള 8000 വിദ്യാർത്ഥികളെ പ്രയാഗ്രാജിൽ എത്തിക്കാനാണ് നീക്കം. ശേഷം ഗോരഖ്പൂർ, കാൺപൂർ, കാശി മേഖലകളിൽ നിന്നും വിദ്യാർത്ഥികളെ മഹാകുംഭമേളയ്ക്ക് എത്തിക്കും. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ബാന്ദ്ര പോലീസ്. പിടികൂടിയ പ്രതിയെ ബാന്ദ്ര സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. ഇന്നലെ പുലർച്ചെയാണ് മോഷണ ശ്രമത്തിനിടെ സ്വന്തം വസതിയിൽ വെച്ച് താരത്തിന് കുത്തേൽക്കുന്നത്. പ്രതിയെ കണ്ടാൽ താൻ തിരിച്ചറിയുമെന്ന് താരത്തിന്റെ മക്കളുടെ കെയർ ടേക്കറായ മലയാളി നഴ്സ് ഏലിയാമ്മ ഫിലിപ്പ് മൊഴി നൽകി. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അഴിമതി കേസിൽ തടവിന് ശിക്ഷിച്ചു കോടതി. അൽഖാദർ ട്രസ്റ്റ് ഭൂമി കേസിലാണ് പാകിസ്ഥാൻ അഴിമതി വിരുദ്ധ കോടതി ശിക്ഷ വിധിച്ചത്. ഇമ്രാൻഖാന് 14 വർഷവും ഒപ്പം കേസിൽ പ്രതിയായ ഭാര്യ ബുഷ്ര ബീബിക്ക് 7 വർഷവും തടവ് ശിക്ഷ വിധിച്ചു. 2023 ഡിസംബറിലാണ് ദേശീയ അക്കൗണ്ടബിലിറ്റി ബ്യൂറോ ഇമ്രാനും ഭാര്യയ്ക്കും മറ്റ്6 പേർക്കുമെതിരെ കേസ് ഫയൽ ചെയ്തത്. സഞ്ജു സാംസണെതിരെ BCCI അന്വേഷണം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ. 2024-25 വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റിൽ കേരള ടീമിന് വേണ്ടി പങ്കെടുത്തിരുന്നില്ല. ഇതിലായിരിക്കും അന്വേഷണം ഉണ്ടായിരിക്കുക. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കും ICC ചാമ്പ്യൻ ട്രോഫിക്കുമുള്ള ടീമിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിജയ് ഹസാരയിൽ സഞ്ജു എന്തുകൊണ്ട് കളിച്ചില്ലെന്ന് അന്വേഷിക്കാൻ BCCI യോഗം ചേരും.